എന്താ നായരേത്? ഇങ്ങ വരി. കാലത്ത് തന്നെ എന്തൊക്കെ പിടിച്ചു ഓടിക്കണ്ടല്ലോ. എത്ര ദിവസമായി നായരെ ഒരു ഉത്സവം എന്ന് പറഞ്ഞു പോയിട്ട്? വെളുപ്പിന് 5 മണിക്ക് ആറാട്ട്. എന്തായിരുന്നു കാതറേ, 11 ആനകൾ അങ്ങനെ നിരന്നു നിൽക്കുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാ. വരി, സോപ്പിന്റെ പരസ്യം പോലെയാണ് നിങ്ങളുടെ കാര്യം. ആന എവിടെയുണ്ടോ അവിടെ അയ്യപ്പൻ നായരുണ്ട്. 21 കൊല്ലം ആനയും കൊണ്ട് നടന്നിരുന്നവനാ ഞാൻ. ഇതുപോലെ എത്ര ആനകളെ ആറാട്ടിന് എഴുന്നള്ളിച്ചിരിക്കണു. അതൊക്കെ ഓർക്കുമ്പോൾ ആ മനസ്സിന് വിഷമം കാതറേ. അതിന് നിങ്ങൾക്കൊരു ആനയെ മേടിച്ചൂടെ? അതൊക്കെ നടക്കണ കാര്യാണോ കാതറേ? എന്തേ നടക്കാത്തത്? നിങ്ങളിരിക്കെ. മോളെ സൂറ, എന്താ പാപ്പ? നായർക്കൊരു ചായ കൊണ്ട് കൊടുക്ക്. കാർത്തികയുടെ അച്ഛനെപ്പോ വന്ന്? ഞമ്മളിപ്പ ബഞ്ഞ്. ഞാൻ കുറെ നാളുകൊണ്ട് നിങ്ങളോട് കാര്യം പറയണമെന്ന് വിചാരിക്കണം. സ്വയം തൊഴിൽ കണ്ടെത്താൻ സർക്കാരിൽ നിന്ന് ലോൺ കൊടുക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമോ നായരെ? നേരോ? പിന്നെ അല്ലാണ്ട് നമ്മുടെ കറവക്കാരൻ വേലായുധനും തുണ്ടിപ്പറമ്പ് ഇസ്മയിലും ആടിനെയും പശുവിനെയും മേടിച്ചത് ലോൺ എടുത്തിട്ടല്ലേ? അതുപോലെ ആനയ്ക്ക് കിട്ടുവോ? കിട്ടാണ്ട്? നായരുടെ തൊഴിൽ ആനപ്പണിയല്ലേ? അതെ. ആനക്കാരന് പിന്നെ കോയിനെ കിട്ടിയൊക്കെ ഉണ്ട്. INTUC-ന്നോ IRDP-ന്ന്. അത് നമ്മുടെ ബ്ലോക്ക് ഓഫീസിൽ ചോദിച്ചാൽ എല്ലാം മനസ്സിലാവും. എങ്കിൽ നമുക്ക് നാളെ തന്നെ പോകാം. കാതറും കൂടി എന്റെ കൂടെ വരും. എന്താ ബ്ലോക്ക് ഓഫീസിലൊരു തിരക്ക്? കാതറിന്റെ ഒരു പരിചയക്കാരുണ്ടായിരുന്നോണ്ട് എഴുത്തൂത്തൊക്കെ വേഗം നടന്നു. 40,000 രൂപ അവര് ലോൺ തരും. അത് ഗഡുക്കളായിട്ട് അടച്ചു തീർത്താൽ മതി. വീടും പറമ്പും വീടും എടുത്തിട്ടുള്ള ഏർപ്പാടാ. സൂക്ഷിച്ചില്ലെങ്കിൽ കടപ്പാടം കൊണ്ട് സർക്കാർ പോകും. ഓ, നിന്റെ തിരുവായ കൊണ്ടൊന്നും പറയാണ്ടിരുന്നാ മതി. നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴാ അവളുടെ ഒരു മാറ്റം. മിണ്ടാതിരുന്നൂടെ? ഒന്നും കാണാതെ അച്ഛൻ ഇറങ്ങി പുറപ്പെടുവോ? ഒന്ന് പറഞ്ഞു കൊടുക്കും മോളെ. ഉത്സവ സീസൺ വന്നാൽ വീട്ടിൽ വരാൻ നേരം കിട്ടില്ല. അത്ര തിരക്കായിരിക്കും. മഴക്കാലത്ത് തടി പിടിപ്പിക്കാൻ പോവാം. രൂപ എന്ന് കിട്ടും? അടുത്ത ഞായറാഴ്ച സർക്കാർ സ്കൂളിൽ വെച്ച് വായ്പാമേള നടത്തുന്നുണ്ട്. അവിടെ വെച്ച് അവർ ഓർഡർ തരും. അതും കൊണ്ട് ബ്ലോക്ക് ഓഫീസ് ചെന്നാൽ അവർ ചെക്ക് തരും. ചെക്കും കൊണ്ട് ബാങ്കിൽ പോണം. 1-2 ദിവസത്തെ അലച്ചിലൊക്കെ ഉണ്ട്. കുറച്ചും കൂടി മോരൊഴിക്കട്ടെ? വേണ്ട, ഒഴിക്കാന്നേ. നിന്റെ ഒരു ആഗ്രഹം ഒഴുക്കി. അവിയല് കൂട്ടൂ? വേണ്ടേ? വേണ്ട. അടുത്തതായി വായ്പാമേള ഉദ്ഘാടനം ചെയ്യാൻ ഇവിടുത്തെ തഹസീൽദാർ എന്ന നിലയിൽ ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീ രാംമോഹൻ അവറുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ IRDP-യിലൂടെ നമ്മുടെ ഗവൺമെന്റ് നല്ല പല പ്രോഗ്രാമുകളും നടപ്പിലാക്കിയിട്ടുണ്ട്. അതിന്റെ വിജയത്തിനായി ഗവൺമെന്റ് ഒഫീഷ്യൽസും നിങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. അഭ്യസ്തവിദ്യരായ പല ചെറുപ്പക്കാർക്കും ഈ പദ്ധതി മൂലം തൊഴിൽ നൽകാൻ കഴിഞ്ഞു എന്നത് ഒരു ചെറിയ കാര്യമല്ല. ഈ IRDP പദ്ധതി കൊണ്ട് ഏറ്റവും അധികം ഗുണമുണ്ടായിട്ടുള്ളത് ഈ നാട്ടിലെ പാവപ്പെട്ട കൃഷിക്കാർക്കാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നിവിടെ നടക്കുന്ന ഈ വായ്പാമേള എല്ലാ രീതിയിലും ഒരു വിജയമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. അടുത്തതായി വായ്പാ വിതരണം ബഹുമാനപ്പെട്ട കളക്ടർ നിർവഹിക്കുന്നതാണ്. മണപ്പാട്ടിപ്പറമ്പിൽ വാസുദേവ മല്ലൻ ഭാര്യ സീതാഭായി പപ്പട നിർമ്മാണ യൂണിറ്റ് 2000 രൂപ. അടുത്തത് നിരവത്ത് കേളുനായർ അയ്യപ്പൻ നായർ ആന വായ്പ 40,000 രൂപ. IRDP വായ്പാ പദ്ധതി പ്രകാരം ആദ്യമായാണ് ഒരു ആനയ്ക്കായി വായ്പ നൽകുന്നത്. അതിനുള്ള ഭാഗ്യം സിദ്ധിച്ചത് ശ്രീ അയ്യപ്പൻ നായർക്കാണ്. അയ്യപ്പൻ നായരെ ക്ഷണിച്ചുകൊള്ളുന്നു. വേണ്ട. എന്റെ പെട്ടി വെച്ച് പൂട്ടാന്ന് പിടിച്ചു വലിക്കലേ. അവിടെ എവിടെയും വെച്ചത് കളയും. പിന്നെ മോളെ മോളെ 2 പവന്റെ മാലയാ.
പക്ഷെ കണ്ട 1.5 പവന്റെ പൊലിമേ ഉള്ളൂ. ഒരു 3 പവൻ പവനാക്കണേ, ഒരു 10 പവനായിക്കോട്ടെ. ചെക്ക് മാറി 40,000 കിട്ടിയല്ലേ? ബ്ലോക്ക് ഓഫീസിൽ തന്നെ 1000 രൂപ ഓരോരുത്തർക്കായിട്ട് വിരിച്ചു കൊടുത്തു. ഇപ്പൊ മോൾക്ക് മാലയും അമ്മയ്ക്ക് തുണിയും മേടിച്ച് 5-6,000 രൂപ അങ്ങനെയും പോയി. എന്നെ ജയിലിൽ കയറ്റി അരി എണ്ണിക്കാനാണോ നിന്റെ ഉദ്ദേശം? ആനയുള്ള തറവാട്ടിലെ ഏക സന്തതിയാകാൻ പോവല്ലേ അവള്? നല്ലൊരു മാല പോലും ഇല്ലാണ്ട് നിക്കണ കണ്ട കുടുംബത്ത് വന്നു കാരണം ആനയ്ക്ക് അതിന്റെ മാനക്കേട്. അതുകൊണ്ട് പറഞ്ഞതാ. ഇനി 33,000 രൂപയുണ്ട്, 30 ദിവസമുണ്ട്. അതിനകത്ത് ആനയെ വാങ്ങി അത് ആനയാണെന്ന് തെളിയിക്കണം. ആനയെ കണ്ടറിഞ്ഞൂടെ ആനയാണെന്ന്? പിന്നെന്താ ഇത്ര തെളിയിക്കാൻ? എടി, അത് സർക്കാർ നിയമമാണ്. IRDP ലോൺ കൊണ്ട് എന്ത് വാങ്ങിയാലും ജംഗമ വസ്തു എന്താണെന്ന് തെളിയിച്ചിരിക്കണം. ഉദാഹരണത്തിന് ഞാനാണ് ജംഗമെങ്കിൽ ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഓ എന്റെ ഭഗവാനെ, നിങ്ങൾ ജംഗമമാകാത്തത് എന്റെ ഭാഗ്യം. ദേ, എന്റെ വായെന്നൊന്നും കേക്കണ്ട. അവരുടെ നിബന്ധനകൾ വായിച്ചാലേ കിട്ടിയ കാശ് കൈ കൊണ്ട് തൊടില്ല. എന്നാ എന്റെ തരൂ, ഞാൻ വെച്ചേക്കാം. എന്റെ തരൂ. ഓ ദേ മോളെ, ഇതൊന്ന് വായിച്ചേ. ആ രൂപ എന്റെ തരുന്നേ. നീ പിടിന്നെ. ഓ നിബന്ധനകൾ: 1. വായ്പ കൈപ്പറ്റി 30 ദിവസത്തിനകം ആനയെ വാങ്ങി ഹാജരാക്കേണ്ടതാണ്. 2. വാങ്ങിക്കപ്പെടുന്ന ജംഗമ വസ്തു ആന വിഭാഗത്തിൽപ്പെടുന്ന ഉരുവാണെന്ന് വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. എന്താ ഈ ഉരു? അത് നിനക്കുള്ള രോഗമൊന്നുമല്ല. ചോദ്യങ്ങൾ ചോദിക്കാതെ വായിക്കുന്നത് കേക്ക്. 3. ആന ആണോ പെണ്ണോ എന്നും ക്രയം നടക്കുന്ന സമയത്ത് ഉരുവിന് സാംക്രമിക രോഗങ്ങളൊന്നും പിടിപെട്ടിട്ടില്ലെന്നും അസിസ്റ്റന്റ് വെറ്റിനറി സർജനിൽ കുറയാത്ത റാങ്കുള്ള ഒരു മൃഗ ഡോക്ടറിൽ നിന്നും സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. 4. ആനയെ വാങ്ങുന്ന ആളിന്റെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറിൽ നിന്നും വാങ്ങി വായ്പ ഉടമ്പടിക്കാരന്റെ റേഷൻ കാർഡ് സഹിതം ഹാജരാക്കേണ്ടതാണ്. 5. വായ്പ തുക പലിശ സഹിതം 40 തുല്യ ഗഡുക്കളായി അടച്ചു തീർക്കേണ്ടതും വായ്പയ്ക്ക് തുല്യമായ തുകയ്ക്ക് ഉടമ്പടിക്കാരന്റെ സ്ഥാവര സ്വത്തുക്കൾ ഈട് നൽകേണ്ടതുമാണ്. 6. അത് കൊള്ളാം. വായിക്കാൻ പറഞ്ഞ ആളുമില്ല, കേൾക്കാനിരുന്ന ആളുമില്ല. നിങ്ങൾ ബേജാറാവേണ്ടിരിക്കുന്നതായേ. ഇനിയും 10-28 ദിവസം കൂടി ഇല്ലേ? ഇതിനിടയ്ക്ക് നമുക്ക് എവിടെയെങ്കിലും പോയി ആനയെ കണ്ടുപിടിക്കാം. ദിവസം ചെല്ലും തോറും കാശ് തീർന്നുകൊണ്ടിരിക്കുക. മാധവിയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് എത്രയും വേഗം ആനയെ വാങ്ങണം. നമ്മുടെ ആന ചൂണ്ടി രാഘവൻ നായരെ അറിയില്ലേ? ഉവ്വ്. ആ പഹയനെ കണ്ടുപിടിച്ച ആന എവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. അയാൾ ഇപ്പൊ കല്യാണ ബ്രോക്കർ ആയിട്ട് നടക്കല്ലേ? അയാൾക്കില്ലാത്ത പണിയൊന്നുമില്ലെന്നേ. ഇപ്പൊ ചില പുതിയ ഇസ്മത്തുകൾ കൂടി തുടങ്ങിയിട്ടുണ്ട്. അല്ല കാതറേ, ഇയാൾക്ക് ബോർഡ് എഴുത്ത് പണിയുണ്ടോ? ആള് നിങ്ങൾ വിചാരിക്കുന്നത് പോലല്ല. ഇതെല്ലാം മൂപ്പര് സ്വന്തമായിട്ട് നടത്തുന്ന ബിസിനസ്സുകളാണ്. ഭ്രാന്തു അവസ്മാരോ? പിന്നല്ലാണ്ട്. നിങ്ങൾ ബരി നായരെ നമ്മുടെ ദോസ്താടുന്നേ. ക്ഷോളിത പ്രസൂനാം ഏവം നളിനകാരം ഏവം ഭീമാകാരം അഗ്നിപ്രദത്തെ അവിക്രമസ്തു നമ ശിവായ. ഒരു മണിക്കൂറായി. മകനാണോ? അല്ല, ശിഷ്യൻ പരശുരാമൻ. ഇന്നലെ വരെ ഓടിക്കളിച്ച് നടന്ന ആളാണ്. മനുഷ്യൻ ബടിയാവാൻ അധികം നേരമൊന്നും വേണ്ട. പടച്ചോനെ. കാതറേ, ഇത് ശവാസനാണ്. എന്താ ശവാസനം. അല്ലോ. പതുക്കെ മതി. അല്ല, 98 ദിവസമായി ഇന്നത്തേക്ക്. 101 ദിവസം കിടക്കണം. ഇങ്ങനെ ദിവസം 1.5 മണിക്കൂർ കിടക്കണം. ഇന്നൊരു മണിക്കൂർ കിടന്നു കഴിഞ്ഞു. ഇനി 1/2 മണിക്കൂറും കൂടി കിടക്കണം. അപ്പോഴേക്കല്ലേ വടിയായി എന്നൊക്കെ പറഞ്ഞ് വന്ന് നശിപ്പിച്ചത്. ആ, എന്താ വന്ന കാര്യം? എന്താ ഇപ്പൊ നേരം നിങ്ങൾക്കൊന്നും ഉണ്ടായില്ലേ? ഒരാനയെ വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. വിലക്കാണോ? അതെ. എവിടെങ്കിലും ഉണ്ടോ രാഘവൻ നായരെ? ഉണ്ടോന്നോ? എത്ര എണ്ണത്തിന് വേണം? ആവണപ്പറമ്പ് ദാമോദരൻ, ദേവസ്വം ഗിരീശൻ, പാലയം കുട്ടിക്കൃഷ്ണൻ, ശങ്കരകുളങ്ങര ഗണപതി. ആനയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ആനയുടെ കാര്യമല്ലണ്ട്, പിന്നെ കുതിരയുടെ കാര്യം അയാൾ പറഞ്ഞത്.
നമുക്ക് ഇന്ന് തന്നെ പോയി ആനയെ നോക്കാം. ഇന്നോ? നടക്കില്ല. നമ്മളിവിടെ വെറുതെ ഇരിക്കാനെന്നാണോ വിചാരം? എത്ര പ്രസ്ഥാനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വന്ന വഴി ബോർഡ് കണ്ടില്ലേ? അങ്ങനെ പറയരുത്. IRDP ലോൺ എടുത്തതാ. എന്ത് NDP ലോണായാലും എനിക്ക് ഡേറ്റ് വേണ്ട അയ്യപ്പൻ നായരെ. 30 ദിവസത്തിനകം ആനയെ ഹാജരാക്കിയില്ലെങ്കിൽ ലോൺ തിരിച്ചടക്കണമെന്നാണ് നിബന്ധന. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം. പെട്ടെന്ന് ഓടി വന്ന് പറഞ്ഞാ എങ്ങനെയാ അയ്യപ്പൻ നായരെ സഹായിക്കുക? നിങ്ങൾ ഒഴിവ് പറയരുത്. ഇതിനായിട്ടൊന്ന് ഇറങ്ങണം. ആനെ ഹാജരാക്കിയില്ലെങ്കിൽ കുഴപ്പം. ആ ഡയറി ഇങ്ങെടുക്കും. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസമാവുന്നില്ലെങ്കിൽ അയ്യപ്പൻ നായർ എന്നെ നോക്കിക്കോളൂ. നാളെ മണ്ണാർക്കാട്ട് കുട്ടിശേഖരന്റെ മകന് പെണ്ണ് കാണൽ. 8, 9 പട്ടാമ്പിയിലെ ബാവാജിയുടെ 4ാമത്തെ കെട്ടോൾക്ക് കിഴിപിടുത്തം. കൊച്ചു പെണ്ണാണേ. കല്യാണം കഴിഞ്ഞ് 3ാം പക്കം തുടങ്ങിയതാ വാദം. ആശാൻ വേണേ ഇവരുടെ കൂടെ പൊക്കോ. ഞാൻ വേണമെങ്കിൽ ബാബാ ഹാജിയുടെ കെട്ടിയൊക്കെ കിടി പിടിച്ചു കൊടുക്കാം. പോരെ? മതി, ഞങ്ങൾക്കത് മതി. പരശുരാമൻ എന്നോട് മേടിക്കും. പോണ്ടേ? പരശുരാമൻ തൽക്കാലം ഇത് പിടി, കിഴി പിന്നെ പിടിക്കാം. ഇതൊന്നും പറഞ്ഞാ പറ്റില്ല. ആശാൻ സഹായിക്കണം. ഞങ്ങളുടെ കൂടെ വന്നേ പറ്റൂ. ശരി, നിങ്ങൾ രണ്ടുപേരും വന്ന സ്ഥിതിക്ക് ഞാൻ വരാം. അതെ, ദാ, പോരെ?